മഴത്തോരു മുൻപ് ഒരു പുത്തൻ സ്റ്റോറിയിലേക്ക് അവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഹരിയെയും കണ്ടിട്ട് ശിവശങ്കരനും അതുപോലെ മനുവും കൂടെ വരികയാണ്. അവർ വരുമ്പോൾ തന്നെ കമല ഓടി ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, ഹരിമോൻ എന്താ പറഞ്ഞ്, എന്തായി കാര്യങ്ങൾ, എന്തെങ്കിലും നടക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൻ്റെ കൂടെയുള്ള 2 പേർക്ക് 2 ദിവസത്തിനുള്ളിൽ ജാമ്യം കിട്ടും. ഹരിക്ക് ജാമ്യം കിട്ടുന്ന കാര്യം ഒരു കാര്യത്തിനും തീരുമാനമായില്ലെന്ന് മനു പറയുന്നുണ്ട്. അപ്പോൾ ശിവശങ്കരൻ്റെ അടുത്ത് മനു ചോദിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അച്ഛൻ പറയുന്നു, അത് ഞാൻ പറയണോ? അപ്പം ശിവശങ്കരൻ പറയുന്നത്, നീ പറഞ്ഞാൽ മതി, എനിക്ക് ആകപ്പാടെ തലവേദന, എനിക്കൊന്ന് കിടക്കണം. അങ്ങനെ മാനസികമായി ശിവശങ്കരൻ നന്നായിട്ട് തകർന്നിട്ടുണ്ട്. അങ്ങനെ ശിവശങ്കരൻ കിടക്കാനായിട്ട് അകത്തേക്ക് പോവുകയാണ്. അപ്പം വീണ്ടും കമൽ ചോദിക്കുകയാണ്, എന്തായടാ, എന്ത് പറഞ്ഞ ഹരിമോൻ, എന്താ പറഞ്ഞ, അവൻ എന്താ പറയുന്നത്? അപ്പം മനു പറയാണ്, എന്താ പറയാൻ, എന്നത്തെയും പോലെ അവനെ കണ്ട്, പിന്നെ ജയിലിൽ കിടക്കുന്നതിൻ്റെ ഒരു ക്ഷീണം അവനുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. 2 ദിവസത്തിനുള്ളിൽ കൂട്ടുകാർക്കൊക്കെ ജാമ്യം കിട്ടും, അതിൻ്റെ ഒരു വിഷമമുണ്ട്. അപ്പം ഹരിക്ക് ജാമ്യം കിട്ടത്തില്ലെന്ന് കമല ചോദിക്കണം. അവൻ ചെയ്തേക്കുന്ന അത്രയും നല്ല കാര്യമല്ലേ, അപ്പം അവൻ്റെ ജാമ്യം ഇത്രയും പാടാണ്. മാത്രമല്ല അവനാണെങ്കിൽ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്നൊക്കെ പറയുന്നത്. അപ്പം കമല ചോദിക്കുകയാണ്, അങ്ങനാണെങ്കിൽ അവനെ ഇറക്കിക്കൂടി, അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ അവൻ ജയിലിൽ കിടക്കുന്നത്? അവൻ പറയുന്നതല്ലേ, അവൻ പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് മനു ചോദിക്കുകയാണ്. ഓ, നിങ്ങളാണെങ്കിൽ അവൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല, ആ വേലക്കാരി പറയുന്നതും ബാക്കിയുള്ളവർ പറയുന്നതൊക്കെ വിശ്വസിക്കുന്നുണ്ട്, എൻ്റെ മോൻ പറയുന്നത് മാത്രം നിങ്ങൾക്കാർക്കും വിശ്വസിക്കാൻ വയ്യാതെന്ന് പറഞ്ഞുകൊണ്ട് കമല മനുവിനോട് നേരെ ചൂടായി ചെല്ലുകയാണ്. അപ്പം മനു പറയാണ്, അമ്മയുടെ മോൻ ചെയ്തേക്കുന്ന നല്ല പുണ്യ പ്രവൃത്തിയല്ലേ, അമ്മ ഇപ്പം എല്ലാവരും കുറ്റപ്പെടുത്തുന്നു, അവൻ നല്ല കാര്യം ചെയ്തിട്ടല്ലേ ജയിലിൽ പോയേക്കുന്നത്, പിന്നെ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് വന്നെന്നും പറഞ്ഞ് നന്നാവുമെന്ന് അമ്മയ്ക്ക് വല്ല വിശ്വാസമുണ്ടോ? ഒരു വിശ്വാസം ഇല്ലെന്ന് എനിക്കറിയാം, എനിക്കും ആ വിശ്വാസമില്ല. പിന്നെ അവനാണെങ്കിൽ എങ്ങനെയെങ്കിലും ജാമ്യം കിട്ടണമെന്ന് അമ്മ പ്രാർത്ഥിക്കുക, ആ പ്രാർത്ഥനയ്ക്ക് ചിലപ്പം അമ്മയെ അങ്ങ് നന്നായി പോയാലോ, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് മനു ആണെങ്കിൽ കമലയെ നല്ല വഴക്ക് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ കമലയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നാലും കമല ഒന്നും മിണ്ടുന്നില്ല. അതുകൊണ്ട് അമ്മ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ നോക്കുക, അവൻ നന്നാവാൻ വേണ്ടി, അല്ലാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യം മനു അങ്ങ് പോവുകയാണ്. അപ്പം കമല ഇങ്ങനെ ദേഷിച്ച് നിൽക്കുകയാണ്. കമലയ്ക്ക് ആകപ്പാടെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരുമായിട്ട് വഴക്കിട്ടുകൊണ്ട് നടക്കുകയാണ്. അതിനുശേഷം മുത്തശ്ശിയാണ് കാണിക്കുന്നത്. മുത്തശ്ശിയാണെങ്കിൽ ഫോൺ എടുത്ത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മനുവിനെ. അപ്പോൾ മനു അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം മനു ചോദിക്കുകയാണ്, എന്താ മുത്തശ്ശി ഒരു സമാധാനം ഇല്ലാത്ത? അല്ല, നീ വന്നിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞൂടാ, ഞാൻ റൂമിൽ ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നേ, പിന്നെ അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് എല്ലാം ഒതുക്കി വെച്ചിട്ടല്ലേ വരാൻ പറ്റൂ, പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റുമോ? അപ്പം നീ ഒക്കെ ജയിലിൽ പോയിട്ട് എന്തായി മോനെ കാര്യം, ആ കാര്യം അറിയാനാണ് ഞാൻ കിടന്ന് വിളിച്ചത്. എന്താ അവനെ കണ്ട് സംസാരിച്ച് അവൻ്റെ ജാമ്യം വല്ലതും നടക്കുമോ മോനെ എന്ന് മുത്തശ്ശി ചോദിക്കുകയാണ്. എന്ത്, അതൊന്നും നടക്കുമെന്ന് തോന്നില്ല, അവൻ്റെ കൂടെയുള്ള 2 അവന്മാർക്കും ജാമ്യം കിട്ടാൻ വഴിയുണ്ട്, അവന് കിട്ടുമെന്ന് അറിയാൻ വയ്യ. അവൻ എന്തോ പറഞ്ഞെന്ന് മുത്തശ്ശി ചോദിക്കുകയാണ്. എന്ത് പറയാൻ, അവനാണെങ്കിൽ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് ആ കൊച്ചിനെ ഒരു രീതിയിൽ ഉപദ്രവിച്ചിട്ടില്ലെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഹരി പറയുന്നുണ്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് മനു പറയാണ്. അപ്പം മുത്തശ്ശിയാണെങ്കിൽ ആകെപ്പാടെ വിഷമത്തിലാണ്. ഹരിയുടെ സൈഡെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ മനു ശരിയാക്കുമെന്ന് മുത്തശ്ശിക്ക് നല്ലോണം അറിയാം. എന്തായാലും നോക്കാം, ഇനി ശരണ്യടുത്ത് ചോദിക്കണം, അവൻ ഉള്ള സത്യം അറിയണമെങ്കിൽ ശരണ്യടുത്ത് ചോദിക്കണമെന്ന് പറയാണ്. പിന്നെ ശരണ്യടുത്ത് സംസാരിക്കാൻ ആകെപ്പാടെ ധൈര്യമുള്ളവർ ഒരാളേ ഉള്ളൂ. നീ അയാളുടെ അടുത്ത് എങ്ങനെയെങ്കിലും കാര്യം പറഞ്ഞ് ബോധിപ്പിച്ച് ശരണ്യടുത്ത് സത്യസന്ധമായ കാര്യം അന്വേഷിക്കണമെന്ന് മനു പറയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കണം, ആരാണ് ശരണ്യടുത്ത് സംസാരിക്കാൻ ധൈര്യമുള്ളത്? അലീന അല്ലാതെ വേറെ ആരും ഇല്ല എന്ന് പറയുകയാണ്. അപ്പോഴാണെങ്കിൽ മുത്തശ്ശി പറയാണ്, നിന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് പറയുകയാണ്. കമലയാണെങ്കിൽ ഇവിടെ നെഞ്ചത്തിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കരയുന്നെന്ന് ശിവശങ്കരൻ പറയുന്നു. കാര്യം എന്താണെന്ന് മനു ചോദിക്കുകയാണ്. അത് നീയാണെങ്കിൽ അലീനെ കല്യാണം കഴിക്കാൻ പോവാന്നും പറഞ്ഞെന്ന്. അത് കേട്ടോണ്ട് അവൾക്ക് വെപ്രാളം കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതെന്ന് പറയുകയാണ്. അപ്പം മനു ചോദിക്കുകയാണ്, പറ മുത്തശ്ശിയുടെ അഭിപ്രായം എന്താണ് ഞാൻ അലീനെ കല്യാണം കഴിക്കുന്നതിന്? അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ ആലോചിച്ചിട്ട് പറയാണ്, അലീന നല്ല കുട്ടിയൊക്കെ തന്നെ, അതൊക്കെ സമ്മതിച്ച്, പക്ഷേ ആഭിജാത്യം, അന്തസ്സ്, കുടുംബ പാരമ്പര്യം അതൊന്നുമില്ല. പിന്നെ അന്നേരം മനു പറയാണ്, ബാലേന്ദ്രൻ അങ്കിളിൻ്റെ മോളല്ലേ, അത് നമുക്കല്ലേ അറിയത്തുള്ളൂ, നാട്ടുകാർ പറയുന്ന ആ വീട്ടിലെ വേലക്കാരിയാണെന്നല്ലേ പറയത്തുള്ളൂ, അപ്പം വേലക്കാരിയെ കല്യാണം കഴിച്ചെന്നല്ലേ പറയത്തുള്ളൂ എന്ന് മുത്തശ്ശി പറയാണ്. അപ്പം മനു പറയാണ്, അതിന് വേലക്കാരിയായാലും എന്താ, അവളുടെ സ്വഭാവം മാത്രം നോക്കിയാൽ പോരെ, അതെങ്ങനെയാ മനു, വീട് അന്തസ്സം ആഭിജാത്യമൊക്കെ നോക്കണ്ടായോ എന്ന് പറയുകയാണ്. അപ്പോൾ മനുവിനങ്ങ് ദേഷ്യം വരുന്നുണ്ട്. മനു ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ വൈജാൻ്റിയോ? മുത്തശ്ശി ഒരു കാര്യം ചിന്തിക്ക്, അലീന വൈജാൻ്റിയുടെ മോളാണെന്നൊന്ന് ചിന്തിച്ച് നോക്ക്. അപ്പോഴത്തെ മുത്തശ്ശി ഒന്നും മിണ്ടുന്നില്ല. എന്താ
വൈജയന്തി അങ്ങനെ നടന്നിട്ടില്ലേ, കല്യാണത്തിന് മുമ്പ് പിഴച്ച് പ്രസവിച്ചിട്ടില്ലേ, അങ്ങനെ ഒരു കുഞ്ഞില്ലേ, അങ്കിളിനെ എല്ലാവരും കൂടെ ചതിച്ചല്ലേ. അപ്പം ആരും അന്തസ്സും ആഭിജാത്യമൊന്നും നോക്കിയില്ലല്ലോ ചതിക്കാൻ. എൻ്റെ അച്ഛനുൾപ്പെടെ എല്ലാവരും കൂട്ടിരുന്ന് ആ പാവപ്പെട്ട മനുഷ്യനെ ചതിച്ചല്ലേ. അന്നേരം ആർക്കും അന്തസ്സും നോക്കണ്ട, ആഭിജാത്യം നോക്കണ്ട. എന്താ നിങ്ങളുടെ കുടുംബ പാരമ്പര്യമാണോ? ഇപ്പോൾ ഒരുത്തൻ ജയിലിൽ കിടക്കുന്നു, അതും പീഡന കേസിൽ, അതും കുടുംബ പാരമ്പര്യമാണോ? അന്നേരം ഒന്നും ആർക്കും കുടുംബ പാരമ്പര്യം നോക്കണ്ടെന്ന് മനു ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും മുത്തശ്ശി ആകപ്പാടെ പെട്ട അവസ്ഥയാണ്. മനു അങ്ങനെ എന്താടാ എന്നോട് സംസാരിക്കുന്നത് ചോദിക്കുകയാണ്. അല്ല മുത്തശ്ശി, നിങ്ങളൊക്കെ അലീനെ അളക്കുന്ന ആ അന്തസ്സിൻ്റെ അളവ് പോലും വെച്ച് നമ്മുടെ കുടുംബത്തിലൊന്ന് ഇടയ്ക്ക് അളക്കുന്നത് നല്ലതാണെന്നും പറഞ്ഞുകൊണ്ട് മനു ആണെങ്കിൽ അവിടെ നിന്ന് എണീക്കുകയാണ്. പിന്നെ ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞത് വെറുതെ ആണെന്ന് ആരും വിചാരിക്കണ്ട, അത് ചെയ്യാൻ വേണ്ടി തന്നെയാണെന്നും പറഞ്ഞിട്ട് മനു അങ്ങ് പോവുകയാണ്. മുത്തശ്ശി ആകപ്പാടെ നാണം കേട്ട പെട്ട അവസ്ഥയിലായിപ്പോയി. അതിനുശേഷം മനു ആണെങ്കിൽ പുറത്തു നിന്ന് കൂട്ടുകാരായിട്ട് സംസാരിക്കുകയാണ്. ഹരിയുടെ കാര്യം തന്നെയാണ്, ജാമ്യം കിട്ടിയില്ല, കിട്ടുമെന്ന് അറിയാൻ വയ്യ എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗംഗാധരൻ അങ്ങോട്ട് വരുന്നത്. അപ്പം ഗസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞ് ഫോൺ അങ്ങ് വെക്കുവാണ്. അങ്ങ് ഗംഗാധരൻ വന്ന് കാറിൽ നിന്ന് ഇറങ്ങി മനുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ മനു ചോദിക്കുകയാണ്, അങ്കിളെ എങ്ങനെ ഉണ്ടായിരുന്നു, പോയ കാര്യം വല്ലിച്ച എല്ലാ കാര്യങ്ങളും നടന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ കുഴപ്പമില്ലായിരുന്നു, എല്ലാവരെയും കണ്ട് ഒന്ന് എല്ലാവരുമായിട്ട് ഒരു കൂട്ടൊക്കെ ഒന്ന് കൂടി എന്നൊക്കെ പറഞ്ഞ് ഗംഗാധരൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാണ്. നീ ഫുഡ് കഴിച്ചോ എന്ന് ഗംഗാധരൻ ചോദിക്കുകയാണ്. ഇല്ല. വല്ലിച്ചൻ കഴിച്ചോ? ഇല്ല ഇല്ല, വാ നമുക്ക് കഴിക്കാം, ഞാനൊരു കമ്പനിയൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് മനു ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ ആഹാരമൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ശിവശങ്കരൻ പോയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആ പോയ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്ന് കുറേ പേരെ കണ്ട് സംസാരിച്ച് എല്ലാവരുമായിട്ടൊരു പാർട്ടിയൊക്കെ കൂടി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവിടെ എന്തോ വിശേഷം, വൈജി എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ കുഴപ്പമില്ല, 2 ദിവസം മനു പോയായിരുന്നു, അപ്പോഴും അവൾ ഇടഞ്ഞു തന്നെ നിൽക്കുകയാണെന്ന് ശിവശങ്കരൻ പറയാണ്. പിന്നെ ആൾബലം ഇല്ലാത്തതുകൊണ്ട് മാത്രം മിണ്ടാതിരിക്കുകയാണെന്ന് പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് കമലയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല, കാരണം എല്ലാവരും വൈജിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അപ്പം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, അതെന്താ ആൾബലം ഇല്ലാത്ത, ബബുതിയാണെങ്കിൽ വൈജിയുടെ പക്ഷത്തായിരുന്നല്ലേ, അതൊക്കെ പണ്ട്, ഇപ്പം കാര്യമെല്ലാം മാറിയെന്ന് മനു പറയുകയാണ്. അതെങ്ങനെ മാറിയെന്ന് ഗംഗാധരൻ ചോദിക്കുകയാണ്. അത് ഞാനൊരു വീഡിയോ കാണിച്ചു, അന്ന് ആ കോളനി ചെന്നപ്പോൾ എല്ലാവരും കൂടെ മണ്ണെണ്ണ ഒഴിച്ച് അലീനെ കത്തിക്കാൻ നോക്കിയത്, അത് അവളെ കാണിച്ചു. അത് കാണിച്ചപ്പോഴത്തേക്ക് ബബിത ഫ്ലാറ്റായി. അപ്പം അവർക്ക് വേണ്ടി എന്തും അലീന ചെയ്യുമെന്നുള്ളൊരു തോന്നൽ അവൾക്കുണ്ടായി. അതോടെ ബബിത ഓക്കെ ആയെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് കമല പറയാണ്, അങ്ങനെ കൂടപ്പുറപ്പിനോട് സ്നേഹമുള്ളവരൊക്കെ അങ്ങനെയാണെന്നും പറഞ്ഞ് കമല ദേഷ്യപ്പെടുകയാണ്. ഇവിടെ ഉണ്ട് ഒരച്ഛനും മോനും, സഹോദരത്തിനോടോ മോനോടോ ഒരു സ്നേഹം ഇല്ലാത്തവരെന്ന് പറയുകയാണ്. അപ്പോൾ ഗംഗാധരൻ പറയാണ്, അവർ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ എങ്ങനെയെങ്കിലും ഹരി ഇറക്കാൻ, പക്ഷെ നടക്കാത്തതല്ലേ എന്ന് ഗംഗാധരൻ പറയാണ്. അപ്പോൾ മനു പറയാണ്, അതൊന്നും വലിയച്ഛ അമ്മയ്ക്ക് മനസ്സിലാകത്തില്ല, എന്തുമാത്രം കിടന്ന് ഓടുന്നുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അലീന കണ്ടോ അവനെ ഇറക്കിക്കൊണ്ട് വന്നത്, രോഹിത്തിനെ ഇറക്കിക്കൊണ്ട് വന്നതെന്ന് കമല ചോദിക്കുകയാണ്. അത് കുറ്റം ചെയ്യാത്തതുകൊണ്ടാണ് രോഹിത്തിനെ ഇറക്കിയതെന്ന് മനു പറയാണ്. ബാലചന്ദ്രൻ അങ്കിളാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് രോഹിത്തിന് വേണ്ടി അലീനയോട് സംസാരിച്ചായിരുന്നു, പക്ഷേ ശരണയോട് ഒരു തരത്തിലും രോഹിത്തിന് വേണ്ടി സംസാരിക്കത്തില്ലെന്ന് അലീന പറഞ്ഞ കാര്യം മനു പറയുകയാണ്. ഇപ്പം പിന്നെ ഇവരുടെയൊക്കെ നിർബന്ധം കൊണ്ട് ഞാനും ചെന്ന് അലീനയോട് സംസാരിച്ച് എന്നോടും അതേ മറുപടി തന്നെ പറഞ്ഞ്, നടക്കത്തില്ല, ആർക്കും വേണ്ടി അവളുടെ മൂല്യങ്ങൾ അടിയറ വെക്കത്തില്ല, അതുകൊണ്ട് അവൾ ചോദിക്കത്തില്ല എന്ന് മനു പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ആകെപ്പാടെ എല്ലാവർക്കും വിഷമമൊന്നുണ്ട്. അതുകൊണ്ട് വല്യച്ഛനും ചെന്ന് അലീനയോട് കേഴാനൊന്നും നിൽക്കണ്ട, അവളുടെ തീരുമാനം മാറ്റത്തില്ലെന്ന് പറയുകയാണ്. അങ്ങനെ ആകെപ്പാടെ ഇതൊക്കെ കേൾക്കുമ്പോൾ കമലയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ മനുവായിട്ട് കമല അങ്ങ് വഴക്കുണ്ടാക്കുകയാണ്. അവസാനം മനു പറയാണ്, ഇനി ഒരു കാര്യത്തിന് ഹരിയുടെ ഒരു കാര്യത്തിന് ഞാൻ ഇടപെടത്തില്ല, ഞാൻ ഇടപെടത്തുമില്ല എന്നും പറഞ്ഞുകൊണ്ട് മനു പിണങ്ങി പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, ഇടാ പിണങ്ങി പോവാതെ നീ ഇവിടെ ഇരിക്കുകയെന്ന് പറയാണ്. അപ്പോൾ വല്യച്ഛൻ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുറിയിലോട്ട് വന്നാൽ അത് ഇവിടെ ഇരുന്നാൽ ശരിയാവത്തില്ല എന്ന് പറയുകയാണ്. അങ്ങനെ പോയപ്പോൾ കമല പറയാണ്, മോൻ്റെ വിവാഹക്കാര്യം കൂടെ അങ്ങ് പറഞ്ഞു കൊടുക്ക്, മോൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. അപ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, അതെന്താ എന്ന് ചോദിക്കുകയാണ്. അത് പറഞ്ഞു തരും, അനിയൻ പറഞ്ഞു തരുമെന്നും പറഞ്ഞുകൊണ്ട് കമല ഭയങ്കര ദേഷ്യം പോവുകയാണ്. എന്നിട്ട് മനുവിൻ്റെ അടുത്ത് വിളിച്ചു പറയാനാണ്ടാ ഈ പാത്രം കൂടെ കഴുകി വെച്ചോ എന്നുള്ളവൻ പറയുകയാണ്. അങ്ങനെ മനു പറയണം, അത് ഞാൻ കഴുകി വെച്ചോളാം എന്ന് പറയാണ്. അങ്ങനെ ഗംഗാധരൻ കാര്യം ചോദിക്കുമ്പോൾ ശിവശങ്കരൻ പറയാണ്, മനുവിന് അലീനെ വിവാഹം കഴിക്കണമെന്ന്. അപ്പം ഗംഗാധരൻ ചോദിക്കുകയാണ്, നിൻ്റെ അഭിപ്രായം എന്താണ്? അതിനെക്കുറിച്ച് ഞാനിപ്പം ചിന്തിക്കുന്നില്ല ഏട്ടാ, എല്ലാം കൂടെ എൻ്റെ തലയിലെടുത്ത് വെക്കാൻ എനിക്ക് അതിനൊരു താല്പര്യമില്ല. പിന്നെ അവൻ അന്നത്തെ ആ ദേഷ്യത്തിനങ്ങ് പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയാണ്. ഈ സമയത്ത് മനു മോളിൽ നിന്ന് വിളിച്ച് പറയാണ്, ദേഷ്യത്തിൻ്റെ പുറത്തൊന്നും പറഞ്ഞതല്ല, സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ. പിന്നെ അങ്ങനെ എന്തെങ്കിലും ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണ്ട, ഞാൻ അലീനെ വിവാഹം കഴിക്കാൻ അത് ചെയ്യുമെന്ന് പറയാണ്. അങ്ങനെ ആകപ്പാടെ കമലയ്ക്കും അങ്ങ് ദേഷ്യം വരികയാണ്. വീണ്ടും ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ശിവശങ്കരനും ഗംഗാധരനും ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് മുറിയിലാണെങ്കിൽ മുത്തശ്ശി ഇരുന്ന് ഓരോന്ന് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട്
ഗംഗാധരൻ വരികയാണ്. ഗംഗാധരൻ വരുമ്പോൾ നീ എപ്പം വന്ന് എന്ന് ചോദിക്കുകയാണ്. ഞാൻ കുറച്ച് നേരമായി. ആണ്ട് ഇത് ഇച്ചിരി ഈത്തപ്പഴം അണ്ടിപ്പരിപ്പൊക്കെ ഇവിടെ എന്തിനാടാ ഇതൊക്കെ കൊണ്ടുവെക്കുന്നതെന്ന് മുത്തശ്ശി ചോദിക്കുകയാണ്. അവിടെ വെച്ച് കഴിഞ്ഞാൽ കമലയാണെങ്കിൽ ഇത് ഇവിടെ എത്തിക്കത്തില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് കൊണ്ടുവന്നതെന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയാണ്, ഇവിടെ വെച്ചിട്ടും കാര്യമൊന്നുമില്ല, അവളെ എടുത്തോണ്ട് പോകും, അതെടുക്കാതിരിക്കാൻ ഞാൻ പറഞ്ഞോളാം എന്ന് ഗംഗാധരൻ പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. തിരുവനന്തപുരത്തോട്ട് പോയിട്ട് എന്തായി, ഫ്രണ്ട്സിനെ എല്ലാം കണ്ടോ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് എല്ലാവരുമായിട്ട് സംസാരിച്ചെന്ന് പറയുകയാണ്. എല്ലാവരും അവിടെ അമ്മാവൻ്റെ രാവണു മാമൻ്റെ വീട്ടിലും കയറി. അപ്പം സുഖമായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് മുത്തശ്ശി ചോദിക്കുകയാണ്. പുറമേ നോക്കുമ്പോൾ സുഖം, കുടുംബത്തിനുള്ളിൽ ഓരോ പ്രശ്നങ്ങളാണെന്ന് പറയാണ്. അത് രാവണു മാമൻ്റെ മോൻ്റെ മോളങ്ങാണ്ട് ഒരു ചെറുക്കനുമായിട്ട് ഇഷ്ടത്തിലാണെന്ന്, കല്യാണം കഴിച്ച് കൊടുക്കണമെന്ന്, ഇല്ലെങ്കിൽ ഇറങ്ങി പോകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുള്ള കാര്യം ഗംഗാധരൻ പറയുകയാണ്. അപ്പോഴാണ് മുത്തശ്ശി ആ കാര്യം ഓർത്ത മനുവിൻ്റെ കാര്യം. നീ അറിഞ്ഞോ, ഇവിടെ മനുവിനാണെങ്കിൽ അലീനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിരിക്കുക. അപ്പം ഗംഗാധരൻ പറയാണ്, കഴിക്കട്ടെ, അവൻ കല്യാണം കഴിച്ചുകൊണ്ട് വരട്ടെ, അത് നല്ല കുട്ടിയല്ലേ അലീന, കല്യാണം കഴിക്കട്ടെ എന്ന് പറയാണ്. അതെങ്ങനെ ശരിയാവും എന്ന് പറയാണ്. അതെന്താ അമ്മ ശരിയാവാത്തത്, അലീന നല്ല കുട്ടിയല്ലേ, അവളെ കല്യാണം കഴിക്കട്ടെ എന്ന് പറയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് മുത്തശ്ശി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്.